സമയം അഴിക്കും തോറും മുറുകുന്ന ഒരു കുരുക്ക് പോലെ വലിയ പ്രഹേളിക തന്നെയാണ് സമയം. സമയത്തെ മനസ്സിലാക്കി വരുമ്പോഴേക്കും സമയം തന്നെ കഴിഞ്ഞു പോയിട്ടുണ്ടാവും. സമയത്തിന് പുറത്തു പോകാൻ കഴിയാത്തത് കൊണ്ട് തന്നെ സമയത്തെ ഒബ്ജക്റ്റീവായി മനസ്സിലാക്കാനും കഴിയില്ല. നിങ്ങൾക്ക് സമയമുണ്ടോ? എന്നാൽ സമയത്തെക്കുറിച്ച് രണ്ട് സുപ്രധാന തത്വചിന്താപരമായ ക്ലാസിഫിക്കേഷൻസിനെ കുറിച്ച് പറയാം. എ തിയറി ഓഫ് ടൈം, ബി തിയറി ഓഫ് ടൈം. അദപ് ടോക്ക് ഫിലോസഫി ബൈറ്റ്സിലേക്ക് സ്വാഗതം. ജോൺ മക്ടഗാട്ട് തൻ്റെ ദ അൺറിയാലിറ്റി ഓഫ് ടൈം എന്ന പുസ്തകത്തിലാണ് ഈ ഒരു ക്ലാസിഫിക്കേഷനെ കുറിച്ച് സംസാരിക്കുന്നത്. എ തിയറി ഓഫ് ടൈം പറയുന്നത് ഇന്നലെ, ഇന്ന്, നാളെ അല്ലെങ്കിൽ ഭൂതം, ഭാവി, വർത്തമാനം അങ്ങനെ ഒരു സീരീസിലൂടെയുള്ള സഞ്ചാരമാണ് സമയം എന്നാണ്. ഏതൊരു സംഭവവും അങ്ങനെയാണ്. ഇന്നലെ സംഭവിച്ചു, ഇന്ന് സംഭവിക്കുന്നു, നാളെ സംഭവിക്കാനിരിക്കുന്നു. അങ്ങനെ ആ സംഭവത്തിന്റെ കാലഗണനയുമായി ബന്ധപ്പെട്ട ഗുണം എപ്പോഴും ടെമ്പററി ആയിരിക്കും. മനുഷ്യൻ ചന്ദ്രനിൽ ഇറങ്ങുക എന്നത് ഒരു കാലത്ത് ഭാവിയിൽ സംഭവിക്കാൻ ഇടയുള്ള ഒരു കാര്യമായിരുന്നു. പിന്നീട് അത് സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വേളയിൽ അത് യാഥാർത്ഥ്യമായി. ഇന്നത് ഭൂതകാലത്ത് സംഭവിച്ചു കഴിഞ്ഞു പോയ ഒരു കാര്യമാണ്. എ തിയറിയിൽ പ്രസന്റിസവും നോൺ റിഡക്ഷനിസവും ഒത്തുചേരുന്നു. പേര് കേട്ട് പരിഭവിക്കേണ്ട, സംഗതി സിമ്പിളായിട്ട് പറയാം. പ്രസന്റിസം എന്നത് റിയാലിറ്റിയിൽ വർത്തമാനകാലത്തിന് കൊടുക്കുന്ന പ്രയോറിറ്റിയെയാണ് സൂചിപ്പിക്കുന്നത്. എന്തെങ്കിലും ഉണ്ട് എന്ന് പറയണമെങ്കിൽ അത് ഇപ്പോൾ ഉണ്ടാവുക എന്നതാണ് മുഖ്യം. ദിനോസർ ഉണ്ടോ? പണ്ടുണ്ടായിരുന്നു എന്ന് പറയാം. ഇന്ന് അത് യാഥാർത്ഥ്യമല്ല. ഇന്നലെ ഒരു ഇല പച്ചയായിരുന്നു എന്നതിനേക്കാൾ ഇന്നത് പഴുത്തതാണ് എന്നതാണ് യാഥാർത്ഥ്യം. നാളെ ആ ഇല ഒരുപക്ഷെ ഇല്ലാതായി പോവാം. എന്നാൽ അത് സംഭവിക്കുന്നതുവരെ അത് യാഥാർത്ഥ്യം ആവുന്നില്ല. ഇന്ന് ഇല പഴുത്തതാണ് എന്നത് മാത്രമാണ് യാഥാർത്ഥ്യം. അതായത് വർത്തമാനകാലമാണ് യാഥാർത്ഥ്യം. അതാണ് പ്രസന്റിസം. അപ്പോൾ ടെൻസുകൾ, അതായത് കാലത്തെ കുറിക്കുന്ന ഭാഷാ പ്രയോഗങ്ങൾ അടിസ്ഥാന യാഥാർത്ഥ്യത്തിന്റെ റിയാലിറ്റിയുടെ ഭാഗം തന്നെയാണ് എന്ന് വിശ്വസിക്കണം. അതാണ് നോൺ റിഡക്ഷനിസം. ഇപ്പോൾ എ തിയറിയിൽ പ്രസന്റിസവും നോൺ റിഡക്ഷനിസവും എത്തുചേരുന്നു എന്ന് പറയുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. തീർച്ചയായും എ തിയറി നമ്മുടെ കാലത്തെക്കുറിച്ചുള്ള സ്വാഭാവികമായ അവബോധത്തോട് ചേർന്ന് പോകുന്നുണ്ട്, മാച്ചാവുന്നുണ്ട്. ഇനി ബി തിയറിയുടെ വക്താക്കൾ പറയുന്നത് ഇങ്ങനെയാണ്: സമയത്തിന്റെ ഈ നിലയ്ക്കുള്ള ഭൂതകാലത്ത് നിന്ന് ഭാവിയിലേക്കുള്ള ഒഴുക്കായി കാണുന്നത് മനുഷ്യന്റെ സബ്ജക്റ്റീവായ കോൺഷ്യസ്നെസിന്റെ ഒരു ഇല്യൂഷൻ മാത്രമാണ്. ഇന്നും ഇന്നലെയും നാളെയും ഒരുപോലെ യാഥാർത്ഥ്യങ്ങളാണ്. ഏതടിസ്ഥാനത്തിലാണ് വർത്തമാനകാലത്തിന് നാം പ്രയോറിറ്റി നൽകുന്നത്? അങ്ങനെ വസ്തുക്കൾക്ക് യാഥാർത്ഥ്യത്തിലേക്ക് തുറവി നൽകുന്ന ഒരു ഇടമായി ഇന്നിനെ പരിഗണിക്കുന്ന സമയം കേവലം വൈയക്തികമായ ഒരു ഭാവന മാത്രമല്ലേ? സമയം യഥാർത്ഥത്തിൽ ടെൻസ്ലെസ് ആണ്. സത്താപരമായി ഇന്നലേക്കോ നാളേക്കോ ഇന്നിനേക്കാൾ പ്രാധാന്യം നൽകാൻ പാടില്ല. അതാണ് അവരുടെ പക്ഷം. കേൾക്കുമ്പോൾ ഇത് ഒരുപക്ഷെ സ്ട്രെയിഞ്ച് ആയിട്ട് തോന്നാം. ഐൻസ്റ്റീന്റെ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ് ഈ കാഴ്ചപ്പാടിന് ശാസ്ത്രീയമായ അടിത്തറ നൽകുന്നത്. അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻ, രണ്ട് സംഭവങ്ങൾ ഒരേ സമയം നടക്കുന്നു എന്നത് എപ്പോഴും ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിനെ ആശ്രയിച്ചിരിക്കുന്നു എന്നതാണ്. അങ്ങനെ വരുമ്പോൾ ഒരുമിച്ച് നടക്കുന്ന ഏത് രണ്ട് സംഭവങ്ങളും തമ്മിലുള്ള സമകാലികത ഒരിക്കലും അബ്സല്യൂട്ട് അല്ല എന്ന് വരുന്നു. സംഭവം 1, സംഭവം 2 ഇത് രണ്ടും ഒരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് ഒരുമിച്ച് നടക്കുന്നതാവാം. എന്നാൽ മറ്റൊരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് നോക്കിയാൽ സംഭവം 1 ആദ്യം നടക്കുന്നത് എന്ന് പറയാം. ഇനി മൂന്നാമതൊരു ഫ്രെയിം ഓഫ് റെഫറൻസിൽ നിന്ന് നോക്കിയാൽ സംഭവം 2 ആദ്യം നടക്കുന്നത് എന്നതും പോസിബിളാണ്. അങ്ങനെ വരുമ്പോൾ പ്രസന്റിസം അടിസ്ഥാനപ്പെടുത്തിയ ടെൻസ്, അടിസ്ഥാനപ്പെടുത്തിയ സമയബോധം കേവലം സബ്ജക്റ്റീവാണ് എന്ന് വരില്ലേ? അതുകൊണ്ടാണ് ബി തിയറി വർത്തമാനകാലത്തെ പ്രയോറിറ്റൈസ് ചെയ്യാത്ത ടെൻസ്ലെസ് ആയ ഒന്നാണ് ശരിയായ സമയം എന്ന് വാദിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു?